വേളാങ്കണ്ണി എന്ന് പറയുന്നത് ഇത് കത്തോലിക്ക സഭയുടെ ഒരു പള്ളിയാണ്. ഈ വേളാങ്കണ്ണി പള്ളിയിൽ ഒത്തിരി പേര് തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നതാണ്. അതൊരു ജാതി മത ഒന്നുമില്ലാത്ത ആളുകളെല്ലാം പോകുന്നതാണ്. ഈ അവിടെ പോകുന്നവരെല്ലാം കത്തോലിക്കരോ ക്രൈസ്തവരോ ഒന്നുമല്ല, മറ്റു മതസ്ഥരായ ആളുകളും പോകുന്നതാണ്. പക്ഷേ അവിടെ ഈ കുർബാന എന്ന് പറയുമല്ലോ, നമ്മുടെ ഈ സഭയിലെ ഏറ്റവും വലിയ ഇതാണ്. അപ്പം ഈ കുർബാന കൊടുക്കുമ്പോൾ അവിടെ പ്രത്യേകം അനൗൺസ് ചെയ്യും, കത്തോലിക്ക സഭ വിശ്വാസികളായ ആളുകൾ വേണം, മാമോദിസ മുങ്ങിയിട്ടുള്ളവർ, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യാവൂ, കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റ് മതസ്ഥരായവരോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള മറ്റ് സഭക്കാരോ ഒന്നും ഈ കുർബാന സ്വീകരിക്കാൻ പാടില്ല. മറ്റ് സഭക്കാർ പൂർണ്ണമായും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കത്തോലിക്ക സഭയ്ക്ക് പല സഭകളുമായിട്ട് യൂണിയനുണ്ട്, അവർക്ക് ഐക്യപ്പെട്ട് നിൽക്കുന്നുണ്ട് മറ്റ് പല സഭകളുമായി, അവർക്കൊക്കെ സ്വീകരിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈശ്വര വിശ്വാസിയല്ലാത്ത ഒരു മതവിശ്വാസിയുമല്ലാത്ത ഒരാൾ ചെന്ന് കുർബാന സ്വീകരിച്ചിട്ട് പോന്നാൽ അത് ആ വൈദികൻ അറിയണമെന്നില്ല. ആ വൈദികൻ അറിയണമെന്നില്ല. അയാൾക്കത് പറയാനേ പറ്റൂ, ഇങ്ങനെ ചെയ്യരുത്, ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു നേർച്ചയൊന്നുമല്ല. അതേസമയം അവിടുന്ന് ഇപ്പം പല പള്ളികളിലുമൊക്കെ ഉണ്ണിയപ്പമൊക്കെ നേർച്ചയായിട്ടൊക്കെ കിട്ടും. ഉണ്ണിയപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഒരു നേർച്ചയായിട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അരി വറുത്തത്, അങ്ങനെ പല ഓരോ പള്ളികളിലും ഓരോരോ കാര്യങ്ങളൊക്കെയാണ് നേർച്ചയായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു നേർച്ച വിളമ്പുരോ ഒക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ കത്തോലിക്കരാണെങ്കിൽ മാത്രമേ ഇത് കഴിക്കാവൂ എന്ന് പറയില്ല. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, മനസ്സിലായി? അതാണ് അതിന്റെ വ്യത്യാസം. ഉദാഹരണത്തിന് പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലപ്പോവില്ലെന്ന് തോന്നുന്നു. അല്ല, ഉദാഹരണത്തിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ അത് ഹിന്ദുക്കളായവർ അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ലോർഡ് അയ്യപ്പയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ സാധനം നമ്മൾ കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ. അപ്പം എന്നാൽ ഈ കുർബാനയുടെ കാര്യത്തിൽ അവർ പ്രത്യേകം എടുത്തു പറയും, ഇത് അങ്ങനെയുള്ള ഒന്നല്ല, ഇത് കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ്, വിശ്വാസപരമായ കാര്യമാണെന്ന് പറയും. ഇതൊക്കെ ഒരു വശത്ത് ഇങ്ങനെ പറയുമെങ്കിലും ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഇവിടുന്ന് അവിടുന്ന് എല്ലാം കിട്ടുന്ന എല്ലാം രുചിയുള്ളതാണ്, മനുഷ്യൻ കഴിക്കാറില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.